ഹായ്, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വേനൽക്കാലം തുടങ്ങി എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു ഐസ് പോലെ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2.5 കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. 2 പഴം എടുത്തിട്ടുണ്ട്. അതും തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രീസ് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യുമ്പോൾ ഐസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ വാനില ഐസ്ക്രീം. ഇത്രയാണ് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ബ്ലെൻഡറിലേക്ക് തണ്ണിമത്തനും പിന്നെ പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ ഒപ്പം തന്നെ തേങ്ങാപ്പാൽ ചേർക്കുക. പിന്നെ നമുക്ക് ഐസ്ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഈ ബ്ലെൻഡറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് ഒരു സ്മൂത്തി പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലൺ സ്മൂത്തി ഞാൻ അടിച്ച് കഴിഞ്ഞു നന്നായിട്ട്. ഇനി ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി പരുവത്തിലാണ് ഇത് വരിക. ജ്യൂസ് പോലെയല്ല ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.